നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയവും നമ്മൾ വിനിയോഗിക്കുന്നത് നമ്മൾ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യരും പണം കുറച്ച് സമ്പാദിച്ചാൽ എനിക്ക് സമാധാനം കിട്ടും, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പണത്തിനപ്പുറം ഒരു സമാധാനവും ശാന്തിയുമുണ്ട്. എന്നാൽ ലോകമറിയപ്പെട്ട ആപ്പിൾ കമ്പനിയുടെ ഓണർ സ്റ്റീവ് ജോബ്സ് 56-ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ അയാളുടെ ഒരു ചെറിയ എഴുത്ത് ലോകത്തിൻ്റെ മുന്നിൽ കാണുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, 56-ാമത്തെ വയസ്സിൽ മരണാസന്നനായി കിടക്കുന്ന ആ മനുഷ്യൻ മരണസമയത്ത് അയാളൊരു കുറിപ്പ് എഴുതുന്നുണ്ട്. എന്താണ് ആ കുറിപ്പിൽ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഡ്രൈവറെ വെക്കാം, കുറച്ച് ജോലിക്കാരെ വയ്ക്കാം, പണം സമ്പാദിക്കാൻ വേണ്ടി ധനവും സമ്പാദ്യവും നമുക്ക് വാരിക്കൂട്ടാം. പക്ഷേ മരണക്കിടക്കയിൽ എൻ്റെ വേദന മറ്റൊരാൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയില്ല. എൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. നഷ്ടപ്പെട്ടത് പലതും നമുക്ക് നോക്കിയെടുക്കാം. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവൻ ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയില്ല. മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അനശ്വരമായ ആ ലോകം പരലോകമാണെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞ വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമമായ ലോകവും എന്നെന്നും അവശേഷിക്കുന്നതും. വദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം. വലിയ വലിയ സമ്പത്തുകൾ കൊണ്ട്, കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന മനുഷ്യർ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റിയെ പോലെ കുറേ സമ്പാദിക്കുന്നുണ്ട്. കുറേ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരുപയോഗിക്കുന്ന സമ്പാദ്യം വളരെ ചുരുങ്ങിയതാണ്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രവും അവർ കഴിച്ചു തീർത്ത ഭക്ഷണവും അവർ ഉപയോഗിച്ച് തീർത്ത വസ്തുവകകളും അതല്ലാത്തതൊക്കെയും ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. മരണത്തിനപ്പുറമുള്ളൊരു ലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കാനും നന്മയോടുകൂടി ജീവിക്കാനും സമ്പത്തിനപ്പുറം മനുഷ്യരെ സ്നേഹിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.